വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നിയയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നിയയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ പതിവായി ദൈവവചനം കേൾക്കുന്നവരാണോ എങ്കിൽ വചനം നിങ്ങൾ കേൾക്കുവാൻ കാണിക്കുന്ന താല്പര്യം പോലെ തന്നെ കേൾക്കുന്ന വചനത്തെ അനുസരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. യേശു പറഞ്ഞു, എൻ്റെ വചനം കേൾക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ മക്കൾ എന്ന്. അവർ കൂടുതൽ ഭാഗ്യമുള്ളവർ എന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്നു. അപ്പോൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ് അവിടുത്തെ മക്കൾ എന്ന് പറയുന്നു. അപ്പോൾ വചനം വായിക്കുന്ന ധ്യാനിക്കുന്ന നിങ്ങൾ ആ കേൾക്കുന്ന വചനത്തെ അനുസരിക്കുവാൻ കൂടുതൽ താല്പര്യമുള്ളവരായി മാറുമ്പോൾ മാത്രമാണ് വചനത്തിൽ കേട്ട ആ അനുഗ്രഹം, ആ അഭിഷേകം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ, ജീവിത പങ്കാളിയുടെ മേൽ കടന്നു വരുന്നത് വചനം അനുസരിക്കുമ്പോഴാണ്. അതിനായി നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ദൈവമേ നീയോട് സംസാരിച്ചാലും അടിയനിതാ എന്ന് ജെറമിയ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് നീ കൊടുത്ത കുടുംബ ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമ്മാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുഞ്ഞുങ്ങൾ കർത്താവേ എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും തഴക്കദോഷങ്ങളിൽ നിന്നും വിട്ടുതൽ പ്രാപിക്കട്ടെ. വിശുദ്ധരായ
കുഞ്ഞുങ്ങളായി അവർ മാറ്റപ്പെടട്ടെ. തലമുറകൾക്ക് അനുഗ്രഹമായി അവർ മാറ്റപ്പെടട്ടെ. ദൈവവചനത്തിൽ, പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ, കുടുംബ പ്രാർത്ഥനയിൽ, കൂദാശകളിൽ അവർ വളർന്നു വരട്ടെ. ദൈവമേ, അങ്ങേ ആരാധിക്കുന്ന മനോഭാവത്തിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു വരട്ടെ. വിശുദ്ധിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള കൃപ ഈ മാതാപിതാക്കൾക്ക് നൽകണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മക്കളെ ശിക്ഷണത്തിൽ വളർത്തുക എന്നുള്ളതാണ്. നമ്മുടെ മക്കളെ ശിക്ഷണത്തിൽ വളർത്തേണ്ടതിനെക്കുറിച്ച് തിരുവചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? എഫേസോസുകാർക്ക് ലേഖനം 6-ാം അധ്യായം 1 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ മാതാപിതാക്കളോട് പറയുകയാണ്, പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കർത്താവിൻ്റെ ശിക്ഷണത്തിലും അവിടുത്തെ ഉപദേശത്തിലും വളർത്തുക എന്ന്. ദൈവം നമുക്ക് മക്കളെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ മക്കളെ എങ്ങനെ വളർത്തണം എന്നുകൂടി ദൈവം നമ്മളെ ഇവിടെ പഠിപ്പിക്കുകയാണ്. കാട്ടിലെ വന്യമൃഗങ്ങളെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് നാട്ടിൽ കൊണ്ടുവന്നാൽ ആദ്യം അതിനെ മെരുക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ആനയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ആ കൂട്ടിൽ, അടച്ചു കെട്ടിയ കൂട്ടിൽ ചില പാപ്പാന്മാർ ആഴ്ചകളും മാസങ്ങളും എടുത്ത് വേണ്ട അച്ചടക്കവും പരിശീലനങ്ങളും കൊടുത്ത് മനുഷ്യൻ്റെ സ്വരവും അതിലൂടെയുള്ള സന്ദേശങ്ങളും എല്ലാം നാളുകൾ കൊണ്ട് ഈ ആനയെ പരിശീലിപ്പിക്കുന്നു. ഏത് മൃഗങ്ങളെയും അങ്ങനെ തന്നെ പരിശീലനത്തിലൂടെയാണ് തങ്ങളുടെ വരുതിയിൽ, ഇഷ്ടത്തിൽ അതുങ്ങളെ കൊണ്ടുവരുവാൻ സാധിക്കുന്നത്. ദൈവം മാതാപിതാക്കൾക്ക് നൽകുന്ന പ്രത്യേകമായ ഉപദേശമാണ്, നിങ്ങളുടെ മക്കളെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. അപ്പോൾ ഉപദേശത്തിൽ വളർത്തുക, ശിക്ഷണത്തിൽ വളർത്തുക എന്നുള്ളത് ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ നിയോഗമാണിത്. ഓരോ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ നിറവിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് അവരെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് എങ്ങനെയാണ്? ഉപദേശങ്ങൾ കൊടുക്കേണ്ടിടത്ത് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട്, ശിക്ഷണം കൊടുക്കേണ്ടിടത്ത് ശിക്ഷണം കൊടുത്തുകൊണ്ട്. ചിലപ്പോൾ വഴക്ക് പറയേണ്ടിടത്ത് വഴക്ക് പറയണം, താക്കീത് കൊടുക്കണം. ചിലപ്പോൾ ചെറിയ വടിയെടുത്ത് അടിക്കേണ്ട സമയങ്ങളിൽ അടിക്കണം. ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ടായിരിക്കാം, ചിലപ്പം വാക്കുകൊണ്ടായിരിക്കാം, ചില സന്ദർഭങ്ങളിൽ ഉപദേശങ്ങളിലൂടെ. അപ്പം ഇതിലൂടെയെല്ലാം ദൈവത്തിൻ്റെ ശിക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ശിക്ഷണം കിട്ടാത്ത ഒരു കുട്ടിയും ദൈവത്തിനായി ശോഭിക്കപ്പെടുകയില്ല, ദൈവിക സ്വഭാവങ്ങളുള്ള കുഞ്ഞുങ്ങളായി മാറ്റപ്പെടുകയില്ല. അപ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ വളരെ കെയർഫുള്ളായി, ദൈവം കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചപ്പോൾ അത് വിശുദ്ധ കുഞ്ഞുങ്ങളായിരുന്നു.
ആ വിധത്തിൽ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശുദ്ധ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കൊടുക്കണമെങ്കിൽ പ്രിയമുള്ളവർ, ഈ ലോകത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. അവർക്ക് അപ്പനും അമ്മയും തന്നെ ഉപദേശം കൊടുക്കണം. വിശുദ്ധരായ മാതാപിതാക്കൾ അവരുടെ വിശുദ്ധരായ മക്കളെ വിശ്വാസത്തിലും വചനത്തിലും എങ്ങനെയാണ് വളർത്തിയത് എന്ന് മുൻപുള്ള സന്ദേശങ്ങളിലൂടെ ഞാൻ പറയുകയുണ്ടായി. തിരുവചനം അതാണ് പഠിപ്പിക്കുന്നത്. ഇതുപോലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും ചേർത്ത് നിർത്തി ഓരോ സന്ദർഭങ്ങളിലും ഓരോ ദൈവഹിതമായ ദൈവോത്മുഖമായ ദൈവത്തിൻ്റെതായ ആ സന്ദേശങ്ങളും ഉപദേശങ്ങളും ആശയങ്ങളും കൊടുത്തുകൊണ്ട് അവരെ ഉപദേശത്തിൽ വളർത്തേണ്ടത് അപ്പനും അമ്മയുമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെ യഥാർത്ഥ വിശ്വാസ പരിശീലനത്തിൽ വളർത്തിയെടുക്കുവാൻ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ആ ഉദ്ദേശത്തോടെ നമ്മൾ തല്ലി എന്ന് വെച്ച് അവർ മരിച്ചു പോകുകയില്ല. ഇത് ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. ദൈവ പദ്ധതിയുടെ ഭാഗമാണിത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, തിരുവചനം ഇങ്ങനെ പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം അതിൻ്റെ 30-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുകയാണ്. മകൻ്റെ ലജ്ജാകരമായ പ്രവർത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. മകൻ്റെ ലജ്ജാകരമായ പ്രവർത്തികൾ നിമിത്തം നാളെ നിങ്ങൾക്ക് ലജ്ജ ഉണ്ടാകാതിരിക്കാൻ, നാണം കെടുന്ന അനുഭവം ഉണ്ടാകാതിരിക്കാൻ, സമൂഹത്തിൽ നിങ്ങൾ നാണം കെട്ട് പോകാതിരിക്കാൻ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശിക്ഷണത്തിൽ വളർത്തുക എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ തെറ്റായ ചില ജീവിത രീതികൾ, ചില പ്രവർത്തികൾ, ചില കൂട്ടുകെട്ടുകൾ, ചില വാക്കുകൾ, സംസാരങ്ങൾ, സെക്സ് നിറഞ്ഞ ദ്വയാർത്ഥമുള്ള വാക്കുകൾ, കുഞ്ഞുങ്ങൾ തെറി പറയുമ്പോൾ, ചീത്ത പറയുമ്പോൾ, ചീത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെടുമ്പോൾ, ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഓരോ അപ്പന്മാരും അമ്മമാരും സാരയില്ല, പിള്ളേരല്ലേ, അതൊക്കെ മാറിക്കോളും, അവൻ കുഞ്ഞല്ലേ, അവന് അറിവില്ലല്ലോ എന്ന് പറഞ്ഞ് അതിന് വളം വെച്ച് കൊടുക്കരുത്. ഇന്ന് നിങ്ങൾ വേണ്ട ശിക്ഷണം കൊടുക്കുന്നില്ല, താക്കീത് കൊടുക്കുന്നില്ല എങ്കിൽ അത് വളർന്ന് നാട്ടിൽ ഇവൻ വലിയൊരു പ്രശ്നക്കാരനായി മാറും. വലിയ പാപത്തിൽ അവൻ വീഴും. വലിയ മ്ലേച്ഛകരമായ അവസ്ഥയിലേക്ക് പോകുന്ന അനുഭവം ഉണ്ടാകും. അപ്പോൾ തല താഴ്ത്തി സമൂഹത്തിൽ നിങ്ങൾ നടക്കേണ്ടി വരും. നാളെ ലജ്ജിച്ച് നിങ്ങളുടെ തല താഴ്ത്താതിരിക്കാൻ ഇന്ന് നിങ്ങളുടെ മക്കളെ ശിക്ഷണത്തിൽ വളർത്തുവാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. അപ്പോൾ മക്കളെ ശിക്ഷണത്തിൽ നമ്മൾ വളർത്തിയാൽ, ശിക്ഷണം കിട്ടുമ്പോൾ ഏത് പിള്ളേർക്കും വേദനയുണ്ടാകും. അപ്പൻ വഴക്ക് പറയുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, അരുത് എന്ന് പറയുമ്പോൾ, ചില പരിധികൾ വെക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ പ്രായത്തിൽ അവർക്ക് വേദനയാണ്, വിഷമമാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നാളെ അവൻ മൂലം നിങ്ങൾക്ക് നന്മയുണ്ടാകും, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 8-ാം ക്ലാസ് 9-ാം ക്ലാസ് കഴിഞ്ഞാൽ ഈ പിള്ളേർ അവർ വേറൊരു ലോകത്തിലാണ്. നമ്മുടെ പിള്ളേർ വേറൊരു ലോകത്തിലാണ്. മനസ്സിലായോ?
ഇപ്പം മുടി വെട്ടുന്ന കാര്യം തന്നെയായാലും അവർക്ക് മെസ്സി മുടി വെട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ നെയ്മർ മുടി വെട്ടുന്നത് പോലെയോ ഉഗാണ്ടയിൽ നീഗരോകൾ മുടി വെട്ടുന്ന പോലെയോ നാട്ടിൽ ആരെങ്കിലൊക്കെ ഏതെങ്കിലും കോപ്രാന്തം കാണിക്കുമ്പോൾ ആ വിധത്തിൽ മുടി വെട്ടി വലിയ തലയിൽ വല്ല തല മേലോട്ട് അതിനേക്കാളും വലിയ വലുപ്പത്തിൽ വലിയ മലയായിട്ട് നടക്കുന്ന പോലെയും അയച്ചിട്ടുണ്ട് നടക്കുന്ന പോലെയും കമ്പി പോലെയും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പിള്ളേർക്കും അതുപോലെ നടക്കണം, അതുപോലെ വെട്ടണം എന്നുള്ള ചിന്തയാണ്. അപ്പനും അമ്മയും പറയുന്ന വിധത്തിൽ ഈ പിള്ളേർ മുടി വെട്ടുകയില്ല. അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അവർ അവരുടേതായ ഇഷ്ടമുള്ള ബാറിൽ പോയി ഇതാ മുടി വെട്ടുക ചെയ്യുന്നത്. ഏറ്റവും അവർക്ക് കലി വരുന്ന സ്വഭാവം ഇതാണ്. അപ്പനും അമ്മയും പറയുന്നത് ഇഷ്ടപ്പെടുകയില്ല. അപ്പനും അമ്മയും പറയുന്നത് അവർക്ക് ഇഷ്ടമേ അല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ അതിന് ആദ്യമൊക്കെ വളം വെച്ച് കൊടുത്താൽ, അനുവദിച്ച് കൊടുത്താൽ പിന്നീട് ഒരിക്കലും അവരെ തിരുത്താൻ പറ്റുകയില്ല. അപ്പോൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അപ്പനും അമ്മയും ഉപദേശിച്ച് കൂടെ നിന്ന് സ്നേഹിച്ച് പറഞ്ഞു കൊടുത്ത് സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്ത് വന്നാൽ 10ാം ക്ലാസ് ആയാലും +2 ആയാലും യൂത്ത് ആയാലും 25 വയസ്സായാലും അവരാ ട്രെയിനിങ്ങിലൂടെ വരുന്നത് കാരണം വലിയ കുഴപ്പമില്ല. അപ്പോൾ കുട്ടികളുടെ ആഗ്രഹമാണ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അപ്പനും അമ്മയും അത് ആ പിള്ളേരെല്ലാം എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് പോകരുത്. നമ്മളവരെ ഉപദേശിച്ച് ശിക്ഷണത്തിൽ, ഇപ്പോൾ ശിക്ഷണം എന്ന് പറയുന്നത് വഴക്ക് പറയുന്നതോ വടിയെടുക്കുന്നതോ മാത്രമല്ല, ഉപദേശം കൊടുക്കുന്ന ഒരു ശിക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളത് കൊടുക്കണം. അപ്പോൾ മാതാപിതാക്കൾക്ക് നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കുട്ടികളെക്കുറിച്ച് വലിയ ഉത്തരവാദിത്വമുണ്ട്, കണക്കുണ്ട്, കണക്ക് പറയണം. അല്ലെങ്കിൽ നാളെ നിങ്ങൾ കരയേണ്ടി വരും, ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും, നിങ്ങളുടെ അഭിമാനം കെടുന്ന അനുഭവം ഉണ്ടാകും. സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മഹാ തല്ലിപ്പൊളിയായി കഴിയുമ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥയുണ്ടാകും, പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തിരുവചനം എല്ലാ കാര്യത്തിലും വളരെ വ്യക്തതയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന കാര്യത്തിൽ പോലും വ്യക്തതയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മക്കൾക്ക് ശിക്ഷണം എന്ന വടി നമ്മൾ ഉപയോഗിച്ചാൽ അവരതുവഴി നന്നാകും. അതുകൊണ്ട് ഇപ്പം ശിക്ഷിക്കാനോ വഴക്ക് പറയാനോ ഒക്കെ പലർക്കും മടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം മക്കളെ പേടിച്ച അപ്പനും അമ്മയും കഴിയുന്നത്, തല്ലാൻ തന്നെ പേടിയാണ്. കാരണം ആകെ ഒരു കൊച്ചേ ഉള്ളൂ, അല്ലെ 2 ഉള്ളൂ. ഇവനെ എങ്ങാനും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വല്ല അവിവേകവും കാണിച്ചാലോ, പോയി ചത്ത് കളഞ്ഞാലോ. അതുകൊണ്ട് അവനെ വേദനിപ്പിക്കാതെ സങ്കടപ്പെടുത്താതെ അവൻ ചോദിക്കുന്നെല്ലാം വാങ്ങിച്ചു കൊടുത്ത് വളരെ സോഫ്റ്റായിട്ട് ആണ് അതിനെ കൊണ്ടു നടക്കുന്നത്. പോരെ. അതുകൊണ്ട് ഇന്നിപ്പോൾ മക്കളെ ഉപദേശിക്കാനോ വഴക്ക് പറയാനോ അല്ലെങ്കിൽ ശിക്ഷണത്തിൽ നടത്താനോ ഒക്കെ മാതാപിതാക്കൾക്ക് ഭയമാണ്, പേടിയാണ്. മക്കളെ ഭയന്ന് ജീവിക്കുന്ന അനേക മാതാപിതാക്കളുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മകനോട് സംസാരിക്കാൻ അമ്മയ്ക്ക് പേടിയാണ്, അപ്പന് പേടിയാണ്. വളരെ സൂക്ഷിച്ചൊക്കെയാണ് ആ മക്കളോട് അപ്പന്മാർ സംസാരിക്കുന്നത്. എങ്ങനെ അടിച്ചാലോ അടി കിട്ടിയാലോ മിണ്ടാൻ പറ്റുമോ? അടി കൊള്ളുക അല്ലാതെ. കാരണം അപ്പനേക്കാളും ആരോഗ്യമുണ്ട് ഇപ്പം ചെറുക്കന്. അപ്പോൾ മകൻ തന്നെ അടിച്ചാലോ ഉപദ്രവിച്ചാലോ എന്ന് പോലും ഭയന്ന് കഴിയുന്ന അനേക മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. കാരണം എന്താ? അവന് ചെറുപ്പത്തിലേ വേണ്ട പരിശീലനം, ശിക്ഷണം ക്രിസ്തു നൽകുന്ന ക്രിസ്തുവിൻ്റെ ശിക്ഷണം കൊടുത്തിരുന്നില്ല. അതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന നിങ്ങൾ ഇനിയെങ്കിലും കുടുംബത്തിൽ അത് തുടരുവാനായിട്ട് ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ,
നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ വർഷം ഇങ്ങനെ പറയുകയുണ്ടായി, കുട്ടികളെ അടിച്ചു തന്നെ വളർത്തണം എന്ന്. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മക്കളെ അടിക്കേണ്ടിടത്ത് അടിച്ചു തന്നെ വളർത്തണം. കുഞ്ഞുങ്ങളെ തല്ലുമ്പോൾ അടിക്കുമ്പോൾ അവർക്ക് ശാരീരികമായൊരു വേദന ഉണ്ടായിരുന്നിരിക്കും, അതുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ അത് പിന്നീട് നന്മയ്ക്കായി മാറും. തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ തല്ലി എന്ന് വെച്ച്, അടിച്ചു എന്ന് വെച്ച് അവർ ചത്തുപോകുകയില്ല. വടിയെടുത്ത് 2 തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് തല്ലി അവർ മരിച്ചു പോകുകയില്ല. പക്ഷേ അവരുടെ ആത്മാവ് രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തല്ലി കൊല്ലരുത്, മൃഗീയമാകരുത്, മൃഗത്തെ തല്ലുന്ന പോലെ തല്ലരുത്. മനസ്സിലായോ? മക്കളെ പ്രകോപിപ്പിക്കരുത് എന്നും വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ മൃഗത്തെ തല്ലുന്ന പോലെ നമ്മൾ തല്ലരുത്. കുഞ്ഞുങ്ങൾ നന്നാകാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ ശിക്ഷണങ്ങൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 1 സാമുവേൽ 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനം. മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും ആ മക്കളെ തടയാതെ ഇരുന്നത് മൂലം ഏലിയുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവം ശിക്ഷാവിധി നടപ്പാക്കാൻ പോകുകയാണ്. അപ്പോൾ ഏലി ചെയ്ത പാപം എന്താണ്? മക്കളെ തടഞ്ഞില്ല, മക്കളെ ഉപദേശിച്ചില്ല, മക്കളെ ശിക്ഷണത്തിൽ വളർത്തിയില്ല എന്നതാണ് ഏലി പുരോഹിതൻ ചെയ്ത തെറ്റ്. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുകയാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും, ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങളത് തടയുന്നില്ലെങ്കിൽ ആ തടയാതിരിക്കുന്നത് ഒരു തെറ്റാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബത്തിന് മേൽ ഈ വിധത്തിൽ ശാപങ്ങൾ കടന്നു വരരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അതുകൊണ്ട് മക്കളെ ഉപദേശത്തിൽ വളർത്തണം. എന്തുകൊണ്ടാണ് 18 തികയാത്ത നിങ്ങളുടെ മക്കൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്? 18 തികയാത്ത നിങ്ങളുടെ മക്കൾ ബൈക്ക് ഓടിക്കുന്നില്ലേ? കാർ ഓടിക്കുന്നില്ലേ? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായ നിങ്ങളുടെ മക്കൾക്ക് എന്തിനാണ് മൊബൈൽ ഫോൺ? എന്തിനാണ്? കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മക്കൾ പങ്കെടുക്കുന്നുണ്ടോ? എന്തുകൊണ്ട് നിങ്ങളത് ചോദ്യം ചെയ്യുന്നില്ല? പള്ളിയിൽ പോകുക എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടോ? കുട്ടികൾ ഫ്രണ്ടിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ വാതുക്കപ്പടിയിലാണോ നിൽക്കുന്നത്? കുട്ടികൾ ഇന്ന് താമസിച്ച് സ്കൂളിൽ നിന്ന് കഴിഞ്ഞ് വന്നെങ്കിൽ താമസിച്ചതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? അവരുടെ കൂട്ടുകാരാരൊക്കെയാണ്, ബന്ധങ്ങൾ എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നില്ല എങ്കിൽ, ചോദ്യം ചെയ്യുന്നില്ല എങ്കിൽ, അതിനുവേണ്ടി ഉപദേശം കൊടുക്കുന്നില്ല എങ്കിൽ, വടിയെടുക്കേണ്ടടുത്ത് അടിക്കുന്നില്ല എങ്കിൽ, അതിനാൽ തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് ശിക്ഷാവിധി കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ നേടണം. ആത്മരക്ഷയെ കണ്ടുകൊണ്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ആ കുട്ടിക്ക് ഒരു ആത്മാവുണ്ട്. ആത്മാവ് നിത്യതയിലെത്തണം, ദൈവത്തിലെത്തണം. അതിനുവേണ്ടി അവരെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്താൻ നമുക്ക് ശ്രമിക്കാം. ഉപദേശം അത് അവരെ ഒത്തിരിയധികം വിശുദ്ധിയിൽ വളർത്തും, നന്മയിൽ വളർത്തും. ബാലനായ യേശു 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ എവിടെയായിരുന്നു? മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട്, മാതാപിതാക്കളെ അനുസരിച്ച് അവർക്ക് വിധേയനായി ജീവിച്ചു. ഹല്ലേലൂയ. നമ്മുടെ മക്കളെയും നമുക്ക് വിശുദ്ധിയിലും ദൈവഭയത്തിലും ദൈവഭക്തിയിലും ദൈവവചനപ്രകാരവും വിശുദ്ധി വളർത്താൻ ശ്രമിക്കാം. മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. 100% അല്ലെ 90% നിങ്ങൾ ശ്രമിക്കുക. ശ്രമിച്ചിട്ടും അവർ നന്നാകുന്നില്ലെങ്കിൽ ദൈവത്തിന് വിട്ടേക്ക്. പിന്നെ ദൈവം അവരോട് ചോദിച്ചോളും, നിങ്ങളോട് ചോദിക്കുകയില്ല. നമ്മുടെ മക്കൾ ദൈവഭയത്തിലും ദൈവശിക്ഷണത്തിലും ദൈവവിശുദ്ധിയിലും വളർന്നിരുവാൻ നമുക്ക് മുൻകരുതലെടുക്കാം. മാതാപിതാക്കളായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ,
പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവ് പറയുന്നു, നിങ്ങളുടെ മക്കളെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക. നിങ്ങളുടെ മക്കളെ ലജ്ജാകരമായ പ്രവൃത്തികൾ കണ്ട് നിങ്ങൾ നാളെ ലജ്ജിക്കാതെ ഇരിക്കേണ്ടതിന് അവരെ ശിക്ഷണത്തിൽ വളർത്തുക. ആ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്താനുള്ള അവകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ തെറ്റുകാരായി മാറിയിരിക്കുക. ദൈവം തന്ന മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ കൃപയ്ക്കായി, ഈ അഭിഷേകത്തിനായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ ശക്തി ഓരോ മാതാപിതാക്കളുടെ മേൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ വിശ്വാസത്തിൽ വളർത്തുവാൻ, വിശുദ്ധിയിൽ വളർത്തുവാൻ, ഉപദേശത്തിൽ വളർത്തുവാൻ, ശിക്ഷണത്തിൽ വളർത്താനുള്ള അധികാരം, അഭിഷേകം, കൃപ ഓരോ ദമ്പതികളുടെ മേലും, ഓരോ മാതാപിതാക്കളുടെ മേലും ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ഇവിടെ മേൽ വ്യാപരിക്കട്ടെ. ഇവിടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 അങ്ങയുടെ പരിശുദ്ധ രക്തം ഈ കുഞ്ഞുങ്ങളുടെ മേൽ തളിക്കുന്നു, മാതാപിതാക്കളുടെ മേൽ തളിക്കുന്നു, കുടുംബത്തിന് മേൽ തളിക്കുന്നു. അന്ധകാര ശക്തികൾ ഈ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ കലഹങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ മനസ്സാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. God bless you. Amen. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ